welcome back to Eduport. Yes, എടാ നമ്മുടെ പത്തർ കി ബെഞ്ച് എന്ന് പറഞ്ഞ ചാപ്റ്ററിലേടാ ഒരു അടിപൊളി കവിത നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ആ കവിതയിലൂടെ എന്താണ് ഇന്നത്തെ തലമുറയുടെ അല്ലേ ഇന്നത്തെ സമൂഹത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ കവി നമ്മളിലേക്ക് ഒരു പത്തർ കി ബെഞ്ചിലൂടെ അല്ലേ ഒരു കല്ലിന്റെ ബെഞ്ചിലൂടെ കവി പറയുന്നുണ്ട് അല്ലേ. യെസ്, അപ്പോൾ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്നും 6 മാർക്കിന്റെ ആസ്വാദന ടിപ്പണി ചോദിക്കും. ഒരുപാട് വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ വർഷം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ എന്താണ് പത്തർ കി ബെഞ്ച് എഴുതിയ ആൾ ആരാണ്? മറന്നു പോവരുത്. അവരിലൂടെ വേണം നമ്മൾ ഈ ഒരു ആസ്വാദന ടിപ്പണി എഴുതി തുടങ്ങാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. നോക്കിക്കേടാ, सुप्रसिद्ध समकालीन कवि चंद्रकांत देवताल के प्रसिद्ध कविता है पत्थर की बेंच. पत्थर की बेंच कविता में वर्तमान पीढ़ी की पुकार को देवताले ने वाणी दी है. അപ്പോൾ എന്താ ആരാ എഴുതിയിരിക്കുന്നത്? ചന്ദ്രകാന്ത് ദേവതാലാണ് എഴുതിയിരിക്കുന്നത്. സമൂഹത്തിന്റെ ഒരു വലിയൊരു പ്രശ്നം അല്ലേ, ഇന്നത്തെ സമൂഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ കവിയുടെ വേവലാതി, കവിയുടെ ആശങ്ക എന്ത് ചെയ്യുന്നുണ്ട് ഈ കവിതയിലൂടെ നമ്മളിലേക്ക് ഓരോ വരികളായിട്ട് കവി എത്തിക്കുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാണ് കവിയുടെ ആശങ്കകൾ? ഈ പത്തർ കി ബെഞ്ചിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്? നോക്കിക്കേടാ, കവി देखते हैं कि पार्क में वर्षा पुरानी एक पत्थर की बेंच पड़ी है. അപ്പൊ കവി എന്താണ് ഒരു പാർക്കിൽ എന്ത് കാണാണ്? ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പത്തർ കി ബെഞ്ചിലെ ഒരു കല്ലിന്റെ ബെഞ്ച് കാണാണ്. कवि उसे बेंच के 4 दृश्य हमारे सामने प्रस्तुत करते हैं. ആ പത്തർ കി ബെഞ്ചിൽ എന്താണ് ആ ബെഞ്ചിലൂടെ 4 കാര്യങ്ങൾ 4 ദൃശ്യങ്ങൾ കവി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് അല്ലേ. നോക്കിക്കേ, एक दृश्य में ഒന്നാമത്തെ ദൃശ്യം एक रोने वाला बच्चा पत्थर की बेंच पर बैठकर रोता है लेकिन वह बिस्कुट कुतरते हुए चुप हो जाता है. അപ്പോൾ ഒരു കുട്ടി എന്താണ് ഇങ്ങനെ ആ ബെഞ്ചിൽ ഇരുന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. പക്ഷെ അവനൊരു ബിസ്ക്കറ്റ് കൊടുത്ത സമയത്ത് എന്താ അവരത് വാങ്ങിച്ച് കഴിച്ച് ഹാപ്പി ആയിട്ട് അതിലിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ സീൻ അതാണ്. രണ്ടാമത്തെ നോക്കിക്കേടാ, ദൂസരെ ദൃശ്യമേം രണ്ടാമത്തെ ദൃശ്യത്തില് ഏക ദക്കാ ഹുവ യുവക് അല്ലെ ഒരു ക്ഷീണിച്ച അവശനായിട്ടുള്ള ഒരു യുവാവ് എന്ത് ചെയ്യുന്നുണ്ട്? അപ്പനെ കുച്ചലെ ഹുയെ സപ്നോ കെ സഹലാക്കർ ബേഞ്ച് പർ ബൈഠാ ഹെ അല്ലെ. അപ്പൊ യുവാവാണ്, ഒരുപാട് തകർന്നു പോയ സ്വപ്നങ്ങൾ ഉണ്ടാവും, ഇനി നേടിയെടുക്കാനുള്ള സ്വപ്നങ്ങൾ ഉണ്ടാവും അല്ലെ. അതൊക്കെ ആലോചിച്ച് ഭയങ്കര ചിന്തയായിട്ട് ആരിയ്ക്കുന്നുണ്ട്? യെസ്, ആ ക്ഷീണിച്ച യുവാവ് ഇരിക്കുന്നുണ്ട്. ദെൻ നോക്കിക്കേടാ, തീസരെ ദൃശ്യമേ മൂന്നാമത്തെ സീൻ എന്താണ്? റിട്ടയർ ബൂഠാ ബരി ദോപഹരി മേ ഹാത്തോം സേ ആംഖേം ടാം കർ കർ സോ രഹാ ഹെ. ഒരു റിട്ടയർ ആയിട്ടുള്ള ഒരു വൃദ്ധനായിട്ടുള്ള ആൾ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ കൈകൾ ഇങ്ങനെ കണ്ണിങ്ങനെ അടച്ചു പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സുഖമായിട്ട് ആ ബെഞ്ചിൽ കിടന്നിട്ട് ഉറങ്ങുന്നുണ്ട്. ചൗദാ ദൃശ്യം നാലാമത്തെ ദൃശ്യം एक प्रेम जोड़ा का है जो बेंच पर बैठकर जिंदगी के सपने बुन रहे हैं. ആ ബെഞ്ചിൽ എന്താണ്? 2 പ്രണയ ജോഡികൾ, ലവേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം അല്ലെ. രണ്ട് പ്രണയിക്കുന്ന ആളുകൾ അല്ലെ എന്ത് ചെയ്യുന്നുണ്ടടാ? യെസ്, ആ ഒരു ബെഞ്ചിൽ ഇരുന്നിട്ട് അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ഭാവി ജീവിതം അല്ലെ അതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് സ്വപ്നങ്ങൾ നെയ്യുന്നുണ്ട്. ഇങ്ങനെ 4 കാര്യങ്ങളാണ് പത്തർ കി ബെഞ്ചിലൂടെ കവി നമ്മളിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ കവിയുടെ ആശങ്ക എന്താണ്? കവി कहते हैं कि वह पत्थर की बेंच വർഷ പുരാനേ ഹെ ജോ സുഖ ദുഃഖ. അപ്പൊ കവി പറയുന്നുണ്ട് അത് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. അതില് സുഖ ദുഃഖ പ്രേം അല്ലെ, സുഖമായിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ പ്രേമമായിക്കോട്ടെ, ദഖാൻ വിശ്രാം പ്രേം അല്ലെ. അപ്പൊ അതുപോലെ എന്താണ്? ക്ഷീണം, അതുപോലെ വിശ്രമിക്കുന്നുണ്ട്, അതുപോലെ ഒരുപാട് പ്രേമങ്ങൾ അല്ലെ. ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ആദിക സാക്ഷി ഹേ. ഈ പത്തർ കി ബെഞ്ച് ഒരുപാട് സുഖ ദുഃഖത്തിന്റെ, കണ്ണീരിന്റെ, വിയർപ്പിന്റെ അല്ലെ അതുപോലെ പ്രേമത്തിന്റെ ഒക്കെ സാക്ഷിയാണ്. ലേക്കിൻ യേ സബ് ജാനനെ വാല കവി ആശങ്കിത് ഹോ ജാതാ ഹേ. ഇതെല്ലാം കവിക്ക് അറിയുമെങ്കിലും കവി എന്താണ്? ഭയങ്കര ആശങ്കയിലാണ്, ഭയങ്കര വിഷമത്തിലാണ്. എന്താണ് കാരണം? യേ ഇസ്ലിയേ ഹേ കി കിസി ദിൻ ഇസ് പത്തർ കി ബെഞ്ച് കെ. ഏതെങ്കിലും ഒരു ദിവസം ഈ ഒരു പത്തർ കി ബെഞ്ചിലെ ഈ ഒരു കല്ലിന്റെ ബെഞ്ചിന് വേണ്ടിയിട്ട് ഹത്യാഓങ്ക സിൽസില ശുരു ഹോ സക്താ ഹേ അല്ലേ. എന്താണ്? ഇതിനു വേണ്ടിയുള്ള ഒരുപാട് കൊലപാതകങ്ങൾ, ഹത്യകളിലെ ഒരുപാട് ആക്രമണങ്ങൾ എന്താവും? അതിന്റെ ഒരു ശ്രേണി തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് കവി എന്താണ്? ഒരുപാട് ആശങ്കയിലാണ്. പിന്നെ എന്താ പറയുന്നത്? ഉസേ ഉഗാഡ് കർ ലേ ജായാ സക്താ ഹേ അഥവാ ദോഡാ ബി ജാ സക്താ ഹേ. ചിലപ്പോൾ എന്താണ് ആ ഒരു ബെഞ്ച് സ്വന്തമാക്കാൻ ഒരുപാട് അക്രമങ്ങൾ നടക്കും. അതുപോലെ ആ ബെഞ്ചിന് എന്ത് ചെയ്യും? തകർക്കും, അതുപോലെ പിഴുതെറിയും. ഇതെല്ലാം അതിന് വരാനുള്ള കാര്യങ്ങളാണ് അല്ലെ. യെസ്, പിന്നെയോ ഉൻകോ ഭി പത്താ നഹി ഹോഗാ കി കോൺ ഇസ് പർ പെഹ്ലി ബാർ ബൈഠാ ഹോഗാ. ആർക്കും അറിയില്ല എന്താ ഈ ഒരു ബെഞ്ചിൽ ആദ്യമായിട്ട് ആരാണ് ഇരുന്നത് അല്ലെ. ആ ബെഞ്ചിൽ ആദ്യമായിട്ട് ആരാ ഇരുന്നെന്നുള്ളത് ആർക്കും അറിയില്ല. അർത്ഥാത് കവി ഡർത്താ ഹേ കി
കവി പേടിക്കാണ്. എന്താണ് കവിയുടെ പേടി? ആജ് കെ സ്വാർത്ഥി മാനവനെ, ഇന്നത്തെ സ്വാർത്ഥരായിട്ടുള്ള ആളുകൾ, മനുഷ്യര്, സ്വാർത്ഥത കാരണം എന്ത് ചെയ്യും? പത്തർ കി ബെഞ്ച് പർ അധികാർ സ്ഥാപിത് കർനെ കെ ലിയെ, ഇന്നത്തെ സ്വാർത്ഥരായിട്ടുള്ള മനുഷ്യർ സ്വാർത്ഥത കൊണ്ട് ആ ഒരു പത്തർ കി ബെഞ്ചില് അല്ലെ, ആ കല്ലിന്റെ ബെഞ്ചിൽ അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കബ് ലഡായി ശുരു ഹോ ഗയി, എപ്പോഴാണ് ഒരു ലഡായിൽ ഒരു യുദ്ധം തുടങ്ങാന്ന് ആർക്കും തന്നെ പറയാൻ പറ്റില്ല. ഇന്നത്തെ സമൂഹത്തിന്റെ പോക്ക് അതുപോലെയാണ്. ഇന്നത്തെ സമൂഹത്തിലെ ജനങ്ങൾ വളരെ സ്വാർത്ഥരാണ് അല്ലെ. യെസ്, सरल भाषा में कवि ने अपनी कविता में यही चित्रण किया है. कवितांश द्वारा कवि के आशय इसमें लाने में कवि सफल हुआ है. അപ്പൊ എന്താണ്? വളരെ കുറഞ്ഞ വരികളിലൂടെ കുറച്ച് കാര്യങ്ങളിൽ, അതായത് കുറച്ച് ദൃശ്യങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കവിയുടെ കാഴ്ചപ്പാട് വളരെ നല്ല രീതിയിൽ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇന്നത്തെ സമൂഹത്തിന്റെ പ്രവൃത്തികളിലുള്ള ആ കവിയുടെ ആശങ്ക നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ പത്തർ കി ബെഞ്ചിന്റെ ആസ്വാദൻ ടിപ്പണി ഇത് മാത്രം പഠിച്ചാൽ മതി, 6 മാർക്ക് സെറ്റ് ആണ്. ക്ലിയർ അല്ലേ? യെസ്, നിർബന്ധമായിട്ടും നിങ്ങൾ ഇത് പഠിക്കണം. പത്തർ കി ബെഞ്ചിന്റെ ആസ്വാദൻ ടിപ്പണി ഉറപ്പായിട്ടും നമുക്ക് എഴുതാനുണ്ടാവും. ഓക്കെ, യെസ്, ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് വീണ്ടും വരും. യെസ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മിസ് വരും. അപ്പൊ